മറ്റൊരു മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് അത് ഏത് രീതിയിൽ നമ്മുടെ വിടുതലിന് സഹായമാകുന്നു എന്നുള്ള ചിന്തകളാണ് കഴിഞ്ഞ 3-4 എപ്പിസോഡിലായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യുക. ആരെങ്കിലും മിസ് ചെയ്തു പോയെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. നമ്മൾ 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 7ാമത്തെ കാര്യമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൽ കൂടിയാണ് കാണുന്നത്. ഗലാത്യർ 5:22-23 നേരത്തെ ഇത് സംസാരിച്ചിട്ടുള്ള ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവുമില്ല. ദൈവത്തിൻ്റെ സ്വഭാവങ്ങളാണ് ഇതെല്ലാം. ഇത് ആത്മാവ് നമ്മൾ നിറയ്ക്കുന്നതാണ്. ആത്മാവ് നമ്മൾ നിറയ്ക്കുന്നതോടെ ഈ സ്വഭാവം അതിൻ്റേത് പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങും. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതെല്ലാം നേരത്തെ ദൈവവചനം നമ്മൾ നിറയുമ്പം വരുന്ന കാര്യം പറഞ്ഞായിരുന്നു. ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത. ഏറ്റവും അവസാനമാണ് ഇന്ദ്രിയജയം വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, സെൽഫ് കൺട്രോൾ കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്. പല കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ന് പ്രയാസമാണ്. എന്നാൽ അതും ദൈവം നമുക്ക് തരും. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുമായിട്ട് ചേർന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശുദ്ധീകരണം. ഈ ആത്മാവിലും കളങ്കം കൊണ്ടുവരാനായിട്ട് പിശാച് ശ്രമിക്കും. അതുകൊണ്ട് ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ ജഡവും മാത്രമല്ല, ദേഹി മാത്രമല്ല, ആത്മാവിനെയും നമ്മൾ ശുദ്ധീകരിക്കണം. ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 1 പത്രോസ് 1:2 ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ പറയുന്നുണ്ട്. ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായ വൃതന്മാർക്കായി എഴുതുന്നു എന്ന് പറയുന്നു. 1 പത്രോസ് 1:2 അതും പ്രത്യേകം ശ്രദ്ധിക്കുക. 2 തെസ്സലോനിയർ 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ വിശുദ്ധീകരണം അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവം ചെയ്തോളും. എന്നാൽ നമ്മൾ ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ക്കുമ്പോഴാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളെ കായ്ക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. നേരത്തെ വായിച്ച ഒരു കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 16:13. അത് 8ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ എടുക്കുക. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഇനിയും നിങ്ങളെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാം തന്നെ പരിശുദ്ധാത്മാവ് ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്വം നിങ്ങളെ സത്യത്തിൽ നടത്തുക. ദൈവവചനം പരിശുദ്ധാത്മാവാണ് പഠിപ്പിക്കുന്നത് ശരിക്കും. കാരണം ദൈവവചനത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ദൈവവചനം ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. അത് ഒന്നുകൂടെ ക്ലിയറായിട്ടത് പറയുന്നത് 1 കൊരിന്ത്യൻസ് 2:10-14 വരെ. ഞാൻ ഈ ഓരോ വാക്യങ്ങൾ വായിക്കുന്ന നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ 15 മിനിറ്റ് ടൈമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ ഫ്രീ ടൈമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുമ്പോഴോ ധ്യാനത്തിൻ്റെ സമയത്തോ അതെടുത്ത് വായിക്കുകയും അത് ധ്യാനിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനമായി തരും. 1 കൊരിന്ത്യർ 2:10 മുതലുള്ള വാക്യങ്ങൾ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവിൻ്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. ആത്മാവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആത്മാവ് ദ സ്പിരിറ്റ് സെർച്ചത്ത് ഓൾ തിങ്സ്, ഈ ഡീപ് തിങ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴത്തെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരാൽ ആർ അറിയും. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും. അതുകൊണ്ട് തന്നെ ദൈവത്തിലുള്ള ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവാത്മാവിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ദൈവത്തിലുള്ളത് ഗ്രഹിക്കുക എന്നുള്ളത്. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൻ്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ച്. നമ്മൾ പ്രാപിച്ച ആരാ? ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചു തരും.
ഇത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉദ്ദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടായാൽ അത് അവനെ ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. ഇതിനകത്തെല്ലാം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹീ റിവീൽസ് ഡീപ്പ് തിങ്സ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഹിഡൻ. ആരാണ്? ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് റിവീൽസ് ഡീപ്പ് തിങ്സ്. ഒരുപാട് പരിശുദ്ധാത്മാവ് ഒരുപാട് ആഴങ്ങളിലുള്ള, ദൈവത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അത് വലിയൊരു കാര്യമാണ്. ഇത് എങ്ങനെയാണ് വെളിപ്പെടുത്തി തരുന്നത്? ബൈ ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള പരിഭാഷ, ഇൻ്റർപ്രിട്ടേഷൻ വഴി. എന്ന് വെച്ചാൽ ദൈവം നമുക്ക് റിവീൽ ചെയ്യുക, വെളിപ്പെടുത്തി തരികയാണ്. എന്താണ് വെളിപ്പെടുത്തി തരുന്നത്? ഏത് രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കണം, നിൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകണം, നിൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിക്കണം എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നിന്നെയും എന്നെയും വെളിപ്പെടുത്തുകയാണ്. നിനക്ക് തരുന്ന വെളിപ്പാടല്ല ചിലപ്പോൾ എനിക്ക് തരുന്ന. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഒരു കാര്യം നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. ഈ പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കുന്നു എനിക്കൊരു കാര്യം, അതേ ഒരു കാര്യം തന്നെ എനിക്കും പ്രാർത്ഥിക്കുന്നു. നീയും അതേ ഒരു കാര്യത്തിന് എന്നെ പ്രാർത്ഥിക്കുന്നു, രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. നിനക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പോലെയല്ല എനിക്ക് വെളിപ്പെട്ട് കിട്ടും. രണ്ട് വ്യത്യാസമുണ്ട്. ഒരേ ദൈവമാണ്, ഒരേ ആത്മാവാണ്. അതെങ്ങനെ സഹോദര രണ്ടുപേർക്ക് രണ്ട് രീതി വെളിപ്പെടുന്നത്? നിന്റെ ഹൃദയങ്ങളിലെ ആഗ്രഹം ദൈവത്തിനറിയാം, അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ അത് ചെയ്തു തരുന്നു. കാരണം നിന്റെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനി വരെ ദൈവത്തിനറിയാം. എന്നെക്കുറിച്ച് ദൈവത്തിനറിയാം. അതുകൊണ്ട് അതേ ആവശ്യം തന്നെ ഞാൻ പറയുമ്പോൾ എനിക്ക് വേറൊരു രീതിയിലാണ് ഇത് റിവീൽ ചെയ്ത് തരുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും അവരുടെ ആവശ്യങ്ങളനുസരിച്ചാണ് റിവീൽ ചെയ്യുന്നത്. പലതും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് റിവീൽ ചെയ്യുന്നത്. അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുന്നത് തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ. അതാണ് ഇവിടെ പറയുന്നത്, ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അതുകൊണ്ട് ദൈവത്താൽ ഉള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിലെ, നിങ്ങളുടെ ജീവിതങ്ങളിലൊക്കെ ചില ഡാർക്കായിട്ടുള്ള പ്ലേസസ് ഉണ്ട്. എല്ലാവരുടെയും മനുഷ്യരിലുണ്ട് ചില ഡാർക്ക് പ്ലേസസ്. കാരണം എല്ലാം ക്ലീൻ ആയിട്ടില്ല. പല മനുഷ്യരുടെയും ജീവിതത്തിലെ മനസ്സിലെ പല കാര്യങ്ങളും വെസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ദൈവവചനപ്രകാരം ഇതുവരെയും ക്ലീൻ ചെയ്യണം. നിങ്ങൾ ദൈവവചനം വായിച്ചിട്ടില്ല അത് മനസ്സിലാക്കാൻ. അത് വായിച്ച് എല്ലാം ദൈവവചനത്തിലുള്ള എല്ലാ വാക്യങ്ങളും വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത് ആരും കാണത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാണാതെ പറയുന്നവരുണ്ടാവും. എന്നാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ മീനിങ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴങ്ങളിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഈ ഡാർക്കായിട്ടുള്ള ചില ഏരിയാസിലെ അകത്തുള്ളൊരു ഇല്യൂമിനേഷൻ, ഒരു പ്രകാശനം ആവശ്യമാണ്. അതാണ് പരിശുദ്ധാത്മാവ് തരുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന സങ്കീർത്തനം 119:18 നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇതാണ് പ്രാർത്ഥന. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ. അന്നേരം യഹൂദന്മാർ ദൈവത്തിൽ ആശ്രയിച്ച് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ അവർക്കത് അറിയത്തില്ലായിരുന്നു. ഇന്നും മാനുഷിക ശക്തിയിൽ ലോജിക്കലായിട്ട് ബുദ്ധിപരമായിട്ട് ദൈവവചനം ഇൻ്റർപ്രറ്റ് ചെയ്ത് ആ ദൈവവചനം നമ്മുടെ ആവശ്യമനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്താൽ ഇന്നും അതുപോലെ തന്നെ നെഗറ്റീവായിരിക്കും ഫലം. ഇന്ന് പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 11:25 ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തും. ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് വലിയ പരിജ്ഞാനമുള്ളവർക്കും വിവേകമുള്ളവർക്കുമല്ല. ഹെർമനോട്ടിക്സ് പഠിച്ചു എന്നുള്ളത് കൊണ്ട് എനിക്ക് ബൈബിളെല്ലാം വേണ്ട രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തെറ്റായിട്ടുള്ള ചിന്ത തന്നെയാണ്. അവർ പഠിച്ചിട്ടുണ്ടാകും, പഠിക്കുന്ന ശാസ്ത്രമൊക്കെ നല്ലത് തന്നെയാണ്.
സാഹചര്യങ്ങളനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഒക്കെ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഉള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ, പുസ്തകം എഴുതാനും ഡിബേറ്റ് നടത്താനും ഒക്കെ നല്ലതാണെങ്കിലും മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ ചിലപ്പോൾ അത് നടന്നു വരില്ല. എന്തിനാണ് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത് നിങ്ങളെയും എന്നെയും രൂപാന്തരപ്പെടുത്താനാണ്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള വെളിപ്പാടുകളാണ് ദൈവം തരുന്നത്. നമ്മൾ ഒരു സിസ്റ്റം പഠിച്ചു, ഒരു സയൻസ് പഠിച്ചു, ഒരു ബുക്ക് പഠിച്ചു, അറിവൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ അറിവുകൊണ്ട് ചിലപ്പോഴും രൂപാന്തരങ്ങൾ നടക്കത്തില്ല എന്നുള്ളതാണ്. ഈ വെളിപ്പാടുകളൊക്കെ നമ്മൾ നോക്കിയാൽ ഇത് പ്രോഗ്രസീവാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പ്രോഗ്രസീവാണ്. ഇന്ന് നിങ്ങൾക്കൊരു കാര്യം വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ അത് നിങ്ങൾ അനുസരിച്ചാൽ, പ്ലീസ് ഇത് കേൾക്കുക, നിങ്ങൾക്ക് ഇന്നൊരു കാര്യം വെളിപ്പെട്ട് കിട്ടിയെങ്കിൽ അത് നിങ്ങൾ അനുസരിച്ചാൽ നാളെ പുതിയ ഒരെണ്ണം വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾക്കിന്ന് വെളിപ്പെട്ട് കിട്ടിയത് അവിടെ ക്ലോസ് ചെയ്തെങ്കിൽ നാളെ ഒന്നും വരത്തില്ല. ദൈവവചനം പഠിക്കുകയാണ്, എന്നാൽ അതേ ഞാൻ പറഞ്ഞേ, ദൈവ അറിവ് ചീർപ്പിക്കുക മാത്രമേ ഉള്ളൂ. ദൈവവചനം പഠിക്കുമ്പോൾ ഒരു ഹെഡ് നോളജിന് വേണ്ടി പഠിക്കുന്നവർ ഇത് ആ ഒരു രീതിയിലുള്ളൊരു റെവലേഷൻ അവർക്ക് അതിനകത്ത് കിട്ടുന്നില്ല. അതിൻ്റെ ആശയങ്ങൾ കിട്ടുന്നുണ്ടാവും. അത് ഇന്ന സാഹചര്യത്തിൽ പറഞ്ഞു, ഇന്നത് പറഞ്ഞു, യേശുക്രിസ്തു ഇതാണ് ഉദ്ദേശിച്ചത് പറഞ്ഞത്, അത് ഈ രീതിയിൽ ആണ് എടുത്തിരിക്കുന്നത്, യഹൂദന്മാർ ഈ രീതിയിൽ എടുത്തു, നമ്മളിങ്ങനെ എടുക്കണം എന്നൊക്കെയുള്ള ആശയങ്ങൾ കിട്ടുമെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ്, ആഴങ്ങളെ തേടുന്ന ആത്മാവ് നിങ്ങളുടെ ഉള്ളിലെ ഒരു റെവലേഷനായിട്ട് അത് തരത്തില്ല പലപ്പോഴും. അവിടെയാണ് ആത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടിരുന്ന് അത് റെവലേഷനായി മാറ്റേണ്ടത്. അതിന് ഒന്നനുസരിക്കുമ്പോൾ വീണ്ടും പുതിയത് വരും. അങ്ങനെ വരും മാത്രമല്ല, അത് കഴിയുമ്പോഴേ ദൈവം നിങ്ങളെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുകയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താ പർപ്പസ്? യേശുവിനെ പോലെ ആകുക. അതാണ് പർപ്പസ്. യേശുവിനെ പോലെ ആകാനുള്ള പർപ്പസിലാണ് നിങ്ങളെ ഉയർത്തുന്നത്. അല്ലാതെ വേറൊരു തലത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലായിട്ടുള്ള തലമല്ല, അല്ല വേറൊരു തലത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രസ് അല്ല. അതൊക്കെ അതിനകത്തുണ്ട്, ആ പാക്കേജിനകത്ത് അതെല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് യേശുവിനെ പോലെ നിങ്ങളെ കൊണ്ടുവരിക, നിങ്ങൾ മുഖാന്തരം മറ്റുള്ളവരെ അനുഗ്രഹിക്കപ്പെടുവാൻ. അതാണ് പലപ്പോഴും ബുദ്ധിയിൽ ആശ്രയിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷനും ആത്മാവിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇന്ന് എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ, ഒന്ന്, ആത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. അതാണ് ഏഴാമത് പറഞ്ഞത്. എട്ടാമത് പറഞ്ഞത്, നമ്മൾ പരിശുദ്ധാത്മാവ് സകലതും നമ്മളെ പഠിപ്പിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സകലതും പഠിപ്പിക്കണം. അത് ആത്മാവിൻ്റെ ആഴങ്ങൾ തേടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ ആത്മാവിൽ കൂടി നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് നമുക്ക് റിവീൽ ചെയ്തുകൊണ്ട് നമ്മളെ വളർത്തുന്നതായിട്ട് നമ്മളെ കാണുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ആത്മാവ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയും നമ്മുടെ ഇരുണ്ട സ്ഥലങ്ങളെ ദൈവം ഇല്യൂമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇരുണ്ട മനസ്സിനകത്ത് വക്രത വെച്ചിരുന്നത് അല്ലെങ്കിൽ ഇരുണ്ടിരിക്കുന്നത് ദൈവം നമ്മളെ വെളിപ്പെടുത്തി തന്നെ നമ്മളെ വളർത്തുകയും ചെയ്യുമ്പോഴേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഓരോ തലങ്ങളിൽ ദൈവകൃപയിൽ വളർന്ന് മേലോട്ട് വരുന്നതായിട്ട് കാണാം. ഓരോ വെളിപ്പാടുകൾ വരും. എന്തിനാണ് വെളിപ്പാട് വരുന്നത്? ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിൻ്റെ അയൽക്കാരനെ സ്നേഹിപ്പാൻ, സ്നേഹം പ്രദർശിപ്പിപ്പാൻ, അതിനാണ് വരുന്നത്. അപ്പോഴേ അങ്ങനെയുള്ള ജീവിതങ്ങളിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വെളിപ്പാടുകൾ തരും. നിങ്ങളൊരു പർട്ടിക്കുലറായിട്ടൊരു പ്രയാസം അനുഭവിക്കുന്നതിരിക്കട്ടെ, നിങ്ങൾക്കറിയത്തില്ല, ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരു ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്തു എന്നിരിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ. ഈ ക്യാൻസർ വരുന്ന എല്ലാവരും മരിച്ചു പോകത്തില്ല കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ തെറ്റായിട്ട് ഉള്ള ചിന്തകളുണ്ടെങ്കിൽ അത് തെറ്റാണ്. ക്യാൻസർ വന്ന് ഒരുപാട് പേര് 80-90 വയസ്സൊക്കെ ജീവിച്ച് സാധാരണ മരിച്ചിട്ടുണ്ട്. ക്യാൻസർ വന്ന് അയ്യോ ക്യാൻസർ വന്ന് ഞാൻ ചത്തുപോകുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. ക്യാൻസർ വന്നാലും എല്ലാവരും മരിക്കണമെന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ പർപ്പസാണ് അതൊക്കെ, മരിക്കണോ വേണ്ടോ എന്നുള്ളത്. അത് ഒരാൾ ക്യാൻസർ വന്നു, അതായത് അവർ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ ദൈവം അവർക്കൊരു റെവലേഷൻ കൊടുക്കും. ഇന്നത് ചെയ്യണം, ഇന്ന കാര്യം ചെയ്താൽ മതി, ദൈവം ഇതാണ് നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദൈവം ഒരു റെവലേഷൻ കൊടുക്കും. ഇവിടെയാണ് റെവലേഷൻ്റെ ആവശ്യം വരുന്നത്. അതനുസരിച്ച് ചെയ്താൽ അടുത്ത ലെവൽ ഓഫ് റെവലേഷൻ ദൈവം കൊടുക്കും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജീവിതത്തിലെ പല മേഖലകളിലെ അഭിവൃദ്ധി വരുന്നതിനകത്ത് ദൈവം ചില വെളിപ്പാടുകൾ കൊടുക്കും.
നീ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ധനം നീ ഇന്നടർക്ക് ഷെയർ ചെയ്യണം, നീ ഇന്നർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നീ അത് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ വേറെ വലിയൊരു വിടുതലുകൾ, വെളിപ്പാടുകൾ നിനക്കവിടെ വരും. വേറൊരു മാർഗം വരും. പുതിയ മാർഗം തുറക്കാൻ വേണ്ടിയാണ്. ഇത് നിറഞ്ഞിരിക്കുക, ഇത് പൊട്ടി പുറത്ത് പോയെങ്കിലേ പുതിയതിലേക്ക് വരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ദൈവം കാണിച്ചു തരുന്ന വെളിപ്പാടുകളാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിങ്ങൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിൽ നടത്തും. അതിനാരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രവുമല്ല, ആത്മാവിൻ്റെ ഫലങ്ങൾ നിങ്ങളിൽ നിന്ന് പുറപ്പെടും. അതുപോലെ ദൈവത്തിൻ്റെ ഡീപ്പായിട്ടുള്ള ഉള്ളിലുള്ള കാര്യങ്ങളെ ആത്മാവ് റിയലൈസ് ചെയ്ത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് നിങ്ങളെ ഓരോ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നതായിട്ട് കാണാം. തീർച്ചയായും ഇത് നമ്മുടെ ഡെലിവറൻസിന് ഏറ്റവും ആവശ്യമാണ്. ഞാൻ ഏകദേശം 9 പോയിന്റുകൾ പറഞ്ഞു. ഇത് നമ്മുടെ ഡെലിവറൻസിൻ്റെ ആവശ്യമാണ്. ഈ ദിവസങ്ങൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ വിടുതലുകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ഭവനങ്ങൾ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നിൻ്റെ വെളിപ്പാടുകൾ ജീവിതത്തിൽ വന്ന് എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു പുതിയ ഉയരങ്ങളിലേക്ക് അവർ പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കംപ്ലീറ്റ് ഡെലിവറൻസ് ഐ ഡിക്ലെയർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ടൊരു വിടുതൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഏൽപ്പിച്ച് ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ദൈവമേ, ചില വ്യക്തികളുടെ രോഗങ്ങൾ വന്ന് ഗ്രസിച്ചിട്ട് മുന്നോട്ടുള്ള ജീവിതം തന്നെ തടസ്സപ്പെട്ടിരിക്കുന്നു. നടക്കാൻ വയ്യാതെ ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ നരിയാണികളൊക്കെ ഉറയ്ക്കട്ടെ, എഴുന്നേറ്റ് നടക്കുവാനായിട്ടുള്ള കൃപ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹെർണിയയിലെ വേദന അനുഭവിക്കുന്ന ചില ആളുകൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ഹെർണിയയിൽ നിന്ന് കൊടുക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് അടിമയായിരിക്കുന്ന ചില വ്യക്തികളുടെ ഭവനത്തിലുള്ള ചില ആളുകൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൻ്റെ ആത്മാവ് ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ പ്രയാസങ്ങളിൽ നിന്നുള്ള വിടുതൽ ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പുതിയ തലങ്ങളിലേക്ക് നീ അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ സഹായിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തുടർമാനമായിട്ട് ഇത് വാച്ച് ചെയ്യുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഡെലിവറൻസിന് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. ഇത് നമ്മൾ 8-9 പോയിൻറ്റോളം നമ്മൾ പറഞ്ഞു. നിങ്ങൾ ഏതായാലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടുക, പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചു തരിക. എല്ലാ ദിവസവും 9:30 മണിക്ക് നിങ്ങളുടെ ഡിവൈസിൽ ഇത് കിട്ടുന്നതാണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മടിക്കേണ്ട ചെയ്യുക. അതുപോലെ നമ്മൾ ഒരു ലൈവ് പ്രോഗ്രാം ഇതിനോട് ചേർന്ന് തന്നെ ഈ എപ്പിസോഡ് തീർന്നു കഴിയുമ്പോൾ, ഡെലിവറൻസ് തീർന്നു കഴിയുമ്പോൾ ഒരു ലൈവ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് സൺഡേ വൈകിട്ട് 9:30 മണിക്കാണ്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അരമണിക്കൂർ സമയം പ്രാർത്ഥിക്കാനും അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാനൊക്കെ ഉള്ള സമയമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്കുകളൊക്കെ അയച്ചു തരുന്നതാണ്. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.